അങ്ങനെ അപ്പനിട്ട് പണി കൊടുത്തല്ലേ. നിനക്കൊക്കെ വേണ്ടി അതും ചെയ്യേണ്ടി വന്നു. ഇവനെ ആദ്യം കൊല്ലേണ്ടത്. അവന്റെ ഒരു മലേഷ്യയും വാസൂട്ടനും കൊണ്ടുവന്ന് കൊടുക്കണം 3-4 ലക്ഷം രൂപ. കാശ് അടിച്ചോണ്ട് പോയത് നിന്റെ ബന്ധുക്കാരനല്ലേ? അയ്യോ അങ്ങനെ ബന്ധമൊന്നുമില്ല, അമ്മാവന്റെ മോനല്ലേ. അമ്മാവന്റെ മോൻ എന്താ ബന്ധമല്ലേ? പകലൊരു അമ്മാവനാണെന്ന്. അവനെ ഒന്നും ചെയ്യേണ്ടത്. അവനെവിടെ ഓട്ടോ ചാർജ് ഇക്ക പോലീസ് കോൺസ്റ്റബിളാ. PC എന്ന് പറഞ്ഞാൽ പിന്നെ ക്യാഷ്. വണ്ടി എടുത്തോണ്ട് പോടാ. അവൻ പണം കൊടുക്കണം. അയ്യോ വേണ്ട. ഈ അയ്യോ പാവങ്ങൾക്ക് എന്തിനാ ഈ ഉടായിപ്പ് കാണിക്കണേ? എന്ത് ചെയ്യാനാ തലേ, എനിക്ക് കാശ് വാങ്ങിച്ചേ ശീലമുള്ളൂ, കാശ് കൊടുത്ത് ശീലമില്ല. ഇത് കണ്ടോ, പുതിയ കൊട്ടേഷന്റെ അഡ്വാൻസ് 10,000. അതിന് നിങ്ങളുടെ സഹായം ചോദിക്കാനാ ഞാൻ വന്നത്. കാശിന് വേണ്ടി ന്യായമല്ലാത്ത കാര്യത്തിന് വെട്ടാനോ കുത്താനോ ഒന്നും ഞങ്ങളെ കിട്ടും. ഇത് ആ ജാതി കേസൊന്നും അല്ലെന്നേ. പിന്നെ സിനിമാക്കാർക്ക് ശല്യമൊന്നും കൂടാതെ ഷൂട്ടിംഗ് നടത്താൻ നമ്മൾ സഹായം ചെയ്തു കൊടുത്താൽ നായകനെ കുറിച്ച് ആരാലോചിക്കുന്നു? നായികയല്ലേ നമുക്ക് പ്രധാനം. ആരാ നായിക? മലയാള സിനിമയെ ഒരു കാലത്ത് പിടിച്ചു കുലുക്കിയ നായിക ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുലുക്കാൻ കടന്നു വരികയാണ്. നമ്മുടെ എല്ലാ രോമാഞ്ചമായ ഷക്കീല. എന്താ വെട്ടി വെട്ടിക്കളയുന്നു? യവന്മാരോട് പറഞ്ഞാ മനസ്സിലാവൂല. പേടിക്കണ്ട, എല്ലാം നമ്മുടെ ഷക്കീല ചേച്ചിയുടെ ഫാൻസാ. ഇരിക്കൂ. അല്ല സാറേ, സാറിന്റെ പടത്തിൽ അഭിനയിച്ചിരുന്ന അഭിലാഷയും സജനയും ഒക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അവരെ കൂടെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ പാടില്ലേ? നോക്കാം. ഓക്കേ. സാറേ എന്റെ ഷോട്ട് എപ്പോഴാണ്? ആദ്യമായിട്ട് അഭിനയിക്കണേ ഒരു ടെൻഷൻ. പേടിക്കണ്ട, ഷക്കീല വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തുടങ്ങാം. ഇതെന്താടാ ശവപ്പെട്ടി എണീറ്റ് വന്നതാ? തലേ ഒന്നിങ്ങി വന്നേ, ഒരു കാര്യം പറയട്ടെ. തല പറഞ്ഞ ഡയറക്റ്റ് കേൾക്കും. ഈ ശാസ്ത്രജ്ഞന്റെ വേഷത്തിന് പകരം ആ റേപ്പിസിന് സംഘടിപ്പിച്ച് തരാമോ? വൃത്തികെട്ടവനെ, നിനക്ക് നാണല്ലടാ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? ആ സീൻ എനിക്ക് വേണ്ടി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കല്ലേ? ഞാൻ മേക്കപ്പ് ചെയ്ത് കോസ്റ്റ്യൂമിൽ നിൽക്കുന്നുണ്ടല്ലേ? സോറി, ഞാനത് അറിഞ്ഞില്ല. ഇവിടെ ഈ സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് റോള് നിന്റെയാ. നീ ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിടുന്ന ശാസ്ത്രജ്ഞനാ. അങ്ങനെ നീ വിട്ടു 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 വിട്ട് അവസാനം തളർവാദം വന്ന് കിടക്കുമ്പോ തടവുകാരിയായി ഷക്കീല എത്തുന്നു. ജയിലിന്ന ഇവിടെ ആയുർവേദ തടവുകാരി. അവർ എണ്ണത്തോണിയിൽ നിന്നെ തടവിയും കിടത്തിയും നിന്റെ തളർവാദം ഭേദപ്പെടുന്നു. അവസാനം നീ റോക്കറ്റ് വിടുന്നിടത്ത് പടം ഫിനിഷാ. എന്താ ബെസ്റ്റ് റോളല്ലേ? റോളൊക്കെ ബെസ്റ്റാ, പക്ഷെ മര്യാദക്ക് തടവിയാ മതി. മോനെ ഷക്കീല വന്നാ? അയ്യാ, ഷക്കീല കാണാൻ പറ്റിയ പരുവം. തിരക്കേടപ്പെട്ട അമ്മാവ ജില്ലപ്പൊടിയാവണം. ഹലോ, ഹായ്. ഹലോ സർ. ഞാൻ ചേച്ചിയുടെ ഒരു ആരാധകനാ. കിന്നാരത്തുമ്പികളെ ഞാൻ 3 പ്രാവശ്യം കണ്ടു. So nice of you. അങ്ങനെയൊന്നുമില്ല, കൂടെ ഒരു ഫോട്ടോ എടുത്താൽ മതി. എടുത്തോട്ടെ. പിന്നെന്താ, 1 minute, ഞാൻ ഡ്രസ് മാറ്റിട്ട് വരാം. റെഡി? ഞാൻ പോണ ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ ആയി. എന്റെ കൂടെ ഷക്കീലായിട്ട് ഫോട്ടോ എടുക്കുന്ന 50 രൂപ. ഷക്കീലെ ഫോട്ടോ 50 രൂപ. ഷക്കീലായിട്ട് ഫോട്ടോ. ചേട്ടാ ഒന്ന് മാറിക്കേട്ടാ. ഓക്കെ, മനസ്സിലായല്ലോ? എന്റെ അമ്മോ, അങ്ങനെ ഈ മുതലിനെ ഒന്ന് കാണാനും പറ്റി.
ഫ്രെയിമിന്ന് മാറിക്കണോ ഏ? അല്ല ഒളിച്ചോടുവെന്ന് പറഞ്ഞിട്ട് ഓടിയില്ലേ? ഒന്നിങ്ങി വന്നേ. ആളുകളുടെ ഉള്ളിൽ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പോകുന്നേ. ആരെങ്കിലും ചെന്ന് അപ്പനോട് പറഞ്ഞോടത്ത് എന്ത് ചെയ്യും? അതെ, ഓടുന്നെങ്കിൽ വേഗം ഓടണം. അപ്പൻ എന്നെ കല്യാണത്തിന് നിർബന്ധിച്ചോണ്ടിരിക്കുകയാണ്. ചില കാര്യങ്ങളൊക്കെ വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റിയ ഒരാളെ കിട്ടിയിട്ട് വേണം എനിക്ക് പോവാൻ. എങ്കിൽ ഒരു കാര്യം ചെയ്യ്, കൊച്ചെന്നെ വിശ്വസിച്ചോ. എന്നെ വിശ്വസിക്കുന്നില്ല, എനിക്ക് യാതൊരു വിരോധവുമില്ല. എങ്കിൽ എനിക്ക് വേണ്ടി ചില സഹായങ്ങൾ ചെയ്തു തരാൻ പറ്റുമോ? കൊച്ചിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി എന്റെ ജീവിതം വരെ തുലയ്ക്കാൻ ഞാൻ തയ്യാറാണ്. ഒന്നുമില്ലെങ്കിലും ഞാൻ ആദ്യമായി പെണ്ണ് കണ്ട കൊച്ചല്ലേ. എങ്കിൽ നാളെ വൈകിട്ട് 5 മണിക്ക് ബീച്ചിൽ വെച്ചൊന്ന് കാണാൻ പറ്റുമോ? നാളെ വൈകിട്ട് 5 മണിക്ക് എനിക്ക് വേറെന്താ പണി? തീർച്ചയായിട്ടും കാണാം. മലയാളം Yeah, yes, okay.